ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അസോർ റോയൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. ഇത് ബൈ അഹമ്മദിന്റെ ആണ് കേട്ടോ. അഹമ്മദ് അൽ മഗ്രിബിന്റെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് സത്യം പറയാനുള്ള നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായി. എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് അന്വേഷിച്ചുകൊണ്ട് തപ്പി നടക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ സ്മെല്ല് കിട്ടുന്നത്. അതിന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ച് പറയാനുള്ളത്. ഒന്ന്, ഞാനൊക്കെ ഏകദേശം ഒരു 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണോ സംശയമുണ്ട്, കറക്റ്റ് ഓർമ്മയിൽ കിട്ടുന്നില്ല. ആ സമയത്ത് നമുക്ക് പിന്നെ ഒരു 2 രൂപന്റെ പെന്നോ അല്ലെങ്കിൽ 1 രൂപന്റെ ഒരു പേന ഇറങ്ങിയിരുന്നു. മീൻസ് അതിൻ്റെ ഒരു നിബ്ബ് മാത്രമേ ഉള്ളിരുന്നു. അതിൻ്റെ ഉള്ളിൽ മഷി നിറച്ചിട്ട് ചെറിയൊരു വണ്ണമില്ലാത്ത ഒരു വെള്ള മാറ്റ് ഫിനിഷിൽ ബ്ലൂ ലൈന് കൊടുത്തിട്ടായിരുന്നു. അതിനൊരു സ്മെല്ല് ഉണ്ട്. മീൻസ് ഒരു ഇത്തിരി ഫ്രൂട്ടി, പിന്നെ ഇത്തിരി മീൻസ് അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലുള്ള ഒരു ആ സ്മെല്ലാണ് കറക്റ്റ് എനിക്കിതിന് കിട്ടുന്നത്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ആ പഴയ അന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സിനെ, അതായത് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ സഹപാഠികളൊക്കെയാണ് എനിക്ക് കറക്റ്റ് ഈ ഒരു പെർഫ്യൂം എന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഓരോ പെർഫ്യൂം നമുക്ക് ഓരോ ഓർമ്മകളാണ് തരുന്നത്. എനിക്ക് കിട്ടുന്ന ഓർമ്മ ആ ഓർമ്മയാണ്. കറക്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായൊരു സ്മെല്ലായിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ വളരെ വീക്കായാലും ഒരുപാട് പേര് ചിലപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. മീൻസ് എന്നെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് വീക്കായും കുറച്ച് ബാക്കായാലും ഞാൻ പിന്നെ ഈ സ്മെല്ല് എനിക്ക് എൻ്റെ ഉള്ളിൽ അന്നേ ഉള്ള കയറി പറ്റിയ ഒരു സ്മെല്ലാണ് ഈ ഒരു ഫ്രാഗ്രൻസ്, ഈ ഒരു സ്മെല്ല് എന്നുള്ളത്. ഒരു അത്തറിലും ഞാൻ ഇങ്ങനത്തെ ഒരു സ്മെല്ല് കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മീൻസ് ബബിൾ ബാത്തിന്റെ ഫ്രാഗ്രൻസുകൾ, ഓയിലുകൾ ഒരുപാടെണ്ണം പുതിയത് വന്നെങ്കിലും കൂടിയിട്ടും ഇങ്ങനത്തെ ഒരു സ്മെല്ല്, ഇത് ഇത്തിരി ബബിൾക്കം, എങ്ങനെ ഇതിനെ പറയാന്നുള്ളത് അവതരിപ്പിക്കാതെ എനിക്കൊരു പിക്ചറും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ്. അതിനോട് ഞാൻ യൂട്യൂബിൽ ഇത്ര റിയലി വീഡിയോ തന്നെ ചെയ്തത്. ഞാൻ ഇന്നലെ ഇതിന്റെ സ്റ്റോറി ഇട്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇതിന്റെ മുന്നേ ആദ്യം ഞാൻ കൊണ്ട് പറഞ്ഞു അഹമ്മദ് അൽ മഗ്രിബി വരുന്ന മീൻസ് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് ഊദാൻ റോസസ് ആണ് ഭയങ്കര ഇഷ്ടമായത്. യുണീക്കാണ്, നല്ല ഫ്രാഗ്രൻസ് ആണ്, ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ സ്റ്റോറി പറഞ്ഞതിന് ശേഷം ഇത്തിരി തിരുത്തി. മീൻസ് ബിദ് നിസാമിലേക്ക് ഞാനത് ചേഞ്ച് ചെയ്തു. ബിദ് നിസാം ഒന്നും കൂടിയും ഹൈപ്പാണ്. ഇത്തിരി വൈറ്റ് ടൂതിൻ്റെ സ്മെല്ലും ഫ്ലോറലും റോസി സ്മെല്ലും പിന്നെ ഒരു മീൻസ് എല്ലാം കൂടി യുണീക്ക് ആവുന്ന ഒരു ഫ്രാഗ്രൻസ് അതിലുണ്ട്. അതുകൊണ്ട് മീൻസ് അത് ഒരു പുതിയ സ്മെല്ലാണോ വെച്ചാൽ പുതിയ സ്മെല്ലൊന്നും അല്ല, എന്നിരുന്നാലും എന്തൊക്കെയോ ഒരു പുതുമ അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് രണ്ടും മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാനിതാ തിരുത്തേണ്ടി വന്നു. ഒരുപാട് ഇപ്പം അവർ ഹിലിയ ഇറക്കി, ഞാൻ വലിയ ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ല. മർജ ഇറക്കി, തരക്കേടില്ലാത്ത ഹൈപ്പ് ഉണ്ട്. ഊത് സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റും. ബിൻഷേക്കും അങ്ങനെ തന്നെയാണ്. കാഫ് ഒരു ഫ്രാഗ്രൻസ് മീൻസ് നമ്മളെ ഹുഗബോസ് നൈറ്റിന്റെ ഫ്രാഗ്രൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിദ്നിസം, കാഫ്, ഹിലിയ, സമ്മറൂദ്, ഇഗ്നൈറ്റൂദ്, പിന്നെ മുംബൈയൂദ്, പിന്നെ ലവൻഡർ, ലെതർ, ഇങ്ങനെ ഒരുപാട് റോസ്നോയർ ഇങ്ങനെയൊക്കെ ഇറക്കിയെന്ന് കൂടിയിട്ട് അതിൽ ഈ ലെതറൊക്കെ പക്ക നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുക ടെസ്കൽ ലെതറിന്റെ അതേ സ്മെൽ തന്നെയാണ് കേട്ടോ. അതൊക്കെ ഞാൻ സൈഡിൽ കൂടെ അങ്ങനെ ടച്ച് ചെയ്ത് പോയില്ല. 3 പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ അവരത് ഇത്ര ഹൈപ്പിൽ ഞാൻ പറയുന്നത്. ഒന്ന് ബിദ്നിസം ഫസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഊദാൻ റോസസ്, ഇപ്പം ഇതാ ഈ അസോർ റോയൽ എന്ന് പറയുന്ന ഈ പെർഫ്യൂം. ബിസിനസം ഇന്റെ സംസാരം അല്ലെങ്കിൽ ഇന്റെ ഈ ടോക്ക് കേട്ടിട്ട് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് പറയണം. മീൻസ് കമന്റിൽ പറയണം. കാരണം വെച്ചാൽ ഞാൻ നല്ല ഹൈപ്പ് കൊടുത്തു, നല്ല അഭിപ്രായവും കൂട്ടത്തിൽ നല്ല ഫീഡ്ബാക്കും കിട്ടിയ പ്രൊഡക്റ്റും കൂടിയാണ്. ഇതും അതേപോലെ തന്നെ കിട്ടാത്തൊരു സ്മെല്ലിനെ മാർക്കറ്റിൽ കൊണ്ടുവരണം. അത് മാക്സിമം നമ്മളപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അത് ഇനി എത്ര സെക്കൻഡ് ക്ലാസ് പെർഫ്യൂം ബ്രാൻഡ് കമ്പനി ആണെങ്കിൽ പോലും അവർ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു പെർഫ്യൂം അവർ ബ്ലെൻഡ് ചെയ്തിട്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പം അതിന്ന് ഞാൻ മനസ്സിലാക്കിയത് അത് പിന്നെ അവരോട് ചെയ്യുന്ന ഒരു ബഹുമാനാർത്ഥമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എപ്പോഴും പൊതുവെ വരാറുള്ളത്. അതുകൊണ്ട് ഇതിന്റെ നോട്ട്സ് എങ്ങനെ പറയുന്നോ ഞാൻ ജസ്റ്റ് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസും അങ്ങനത്തെ ഒരു നോട്ട്സും ആണ് നമുക്ക് അസോർ റോയൽ എന്നുള്ളത്. ഇത് യൂസ് ചെയ്ത ഒരുപാട് പേര് മീൻസ് ഇന്നലെ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത് 1-2 പേരോട് ഞാൻ അഭിപ്രായം ചോദിച്ചവരൊക്കെ പറഞ്ഞ നല്ല ഫ്രാഗ്രൻസ് ആണ്, ലാസ്റ്റിംഗ് ഉണ്ട്, ഉഷാറാണ് അതിന്റെ ഫ്രാഗ്രൻസ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഉള്ളത് പറയാലോ, ഒരു വട്ടെങ്കിലും യൂസ് ചെയ്യണം. നമ്മളെ കയ്യിലും ഇതന്നെ സ്റ്റോക്ക് ഉള്ളൂ. ഇനി കൂടുതൽ ക്വാണ്ടിറ്റിയും കൂടുതൽ പീസും സ്റ്റോക്ക് ഇല്ല. അതിനോട് നമ്മൾ 10 ml നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. 10 ml ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 500 രൂപേൻ്റെ താഴത്തൊക്കെ 10 ml നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ട് കേരളത്തിന്റെ ഉള്ളിൽ. നല്ല ഫ്രാഗ്രൻസ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ സ്മെല്ലുകൾ അന്വേഷിച്ച് നടക്കുന്ന യാത്രക്കാർക്ക് ഇതാ
ഒരു ഓപ്പൺ സെൻസാണ് ഇങ്ങനത്തെ ഫ്രാഗ്രൻസുകൾ. മീൻസ് ഈ മാർക്കറ്റിൽ ഇല്ലാത്ത അഥവാ എവിടെയും കിട്ടാത്ത സ്മെല്ലുകൾ ജസ്റ്റ് പരിചയപ്പെടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ലാസ്റ്റിങ്ങിൻ്റെ കാര്യം കറക്റ്റ് എനിക്ക് പറയാൻ അറിയൂല. കാരണം വെച്ചാൽ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ സ്മെല്ല് നോക്കുന്നത്. കറക്റ്റ് എനിക്ക് എത്ര ടൈം കിട്ടുന്നുണ്ട് എത്ര ടൈം കിട്ടുന്നില്ല എന്ന് പറയാം. എന്നാലും ഞാൻ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് വളരെ മൈൽഡ് സ്മെല്ല്. പൊതുവെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന വേറെ ഒരു നോട്ടീസ് ചെയ്യുന്ന, നമ്മളെ തന്നെ നോട്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആയിക്കൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്. എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മീൻസ് ഉണ്ട്. നിങ്ങൾ പുറത്തുണ്ടെങ്കിൽ അഹമ്മദിൻ്റെ ഷോറൂമിലൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഇത് നിങ്ങൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ പെർഫ്യൂമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം. എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഈ പെർഫ്യൂമിനെ കുറിച്ച്. നല്ല പ്രൊഡക്റ്റ്, നല്ല ക്രിയേഷൻ, നല്ല ബ്ലെൻഡ് ഒക്കെ ആക്കിയ മീൻസ് നല്ല എത്തനോളോട് കൂടിയാണ് അവർ മീൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീക്കൻറ്റുകൾ അവൈലബിൾ ആണ്. ഇത്തിരി ഒരു പിന്നെ ഫോറിൻ ടച്ചും ഇതിലെവിടേക്കോ വന്നും പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ എന്തായാലും പറയാം. 1-2 ആളുകളോട് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് പറയാം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ വലിയ പെരുന്നാൾ ഈദ് ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. അപ്പം ഒരു മാസത്തിന് ഒരു മാസത്തിനടുത്തോളം ഇനി വരുന്നുള്ളൂ. അപ്പം അതിൻ്റെ മുന്നേ മാക്സിമം സ്പീഡാക്കി നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കണം. കാരണം എല്ലാ വർഷം നമുക്കുള്ളത് നിങ്ങൾ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുന്നേ നമ്മളോട് ഓർഡർ തരും. ആ ഓർഡർ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈ തന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞോളന്നില്ല. അതിനോട് നിങ്ങൾ മാക്സിമം നേരത്തെ ഇതൊരു ഈദ് പെർഫ്യൂം ആക്കിയിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും കേട്ടോ. താങ്ക് യു.